നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് ഡി കെ. എന്താ പറയാനുള്ളത്? ഈ വീടിന്റെ നാഥൻ ഡി കെ ആണ്. ഡി കെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഞങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോ ഇനി ചോദ്യം ചെയ്യുന്നാണോ? അവര് പറയട്ടെ. ഇന്ന് വരെ ഡി കെ പറഞ്ഞിട്ടുള്ള എല്ലാ ജോലികളും ഒരു കുറവും കൂടാതെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വീട് വിട്ട് പലയിടത്തും മാറി നിൽക്കേണ്ടി വന്നപ്പോഴും ഞങ്ങളൊന്നിനും എതിര് പറഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവ് പോലും എന്നെ പിരിഞ്ഞ് ബിസിനസ് നോക്കാനായിട്ട് ബാംഗ്ലൂർ ചെന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. ആ ഞങ്ങളോട് ഡി കെ എങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഡി കെ എന്ത് ചെയ്തു? അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്കാർക്കും ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തിയും ഞാനിതുവരെ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളുടെയൊക്കെ നന്മ മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് തെറ്റാണോ ശരിയാണോന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഡി കെ. പക്ഷേ ഇത്രയും കാലം ഡി കെക്ക് വേണ്ടി രാപകലില്ലാതെ ജോലി ചെയ്ത് ഇവരെ ഏൽപ്പിക്കാതെ റെസ്റ്റോറന്റ് ജ്യോതിയെ ഏൽപ്പിച്ചത് ഒട്ടും ശരിയായില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇവർക്കത് ഡി കെയോട് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഞങ്ങളും കൂടെ വന്നത്. അല്ലാതെ ജ്യോതിയുടെ കുറ്റം പറയാനായിട്ട് ഇവരെ എഴുന്നള്ളിച്ചോണ്ട് വന്നതല്ല അല്ലേ? ഞങ്ങൾ ആരെയും കുറ്റം പറയാൻ വന്നതല്ല. ഇവർക്കുണ്ടായ വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ തീരുമാനം എടുത്തത് ഞാനല്ല, അമ്മയാ. പിന്നെ ഹോട്ടലിന്റെ ചുമതല ജ്യോതി ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആരുടെയും സ്ഥാനത്തിന് ഒരു കുറവും സംഭവിക്കില്ല. എന്തായാലും ഞങ്ങൾക്ക് മുകളിലുള്ള സ്ഥാനമല്ലേ അമ്മ ജ്യോതിക്ക് കൊടുത്തിട്ടുള്ളത്. ജ്യോതി പറയുന്നതൊക്കെ ഞങ്ങളിനി അനുസരിക്കണ്ടേ? അതെ, അത് വേണം. ജ്യോതി ഡി കെയുടെ വൈഫാണ്. ഡി കെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ജ്യോതി ചെയ്യുന്നത്. അതിന് ബുദ്ധിമുട്ടുള്ളവര് അങ്ങോട്ട് പോകണമെന്നില്ല. ഡി കെയുടെ സ്ഥാനത്ത് ജ്യോതിയെ കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഡി കെ. ഇത് അമ്മയെടുത്ത തീരുമാനം. അതുകൊണ്ട് റെസ്റ്റോറന്റിലെ കാര്യങ്ങൾ തൽക്കാലം ജ്യോതി പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഡി കെ അത് വേണ്ട, ഇനി ഇതിന്റെ പുറത്തൊരു ചർച്ച വേണ്ട. നന്നായി ഡി കെ, അങ്ങനെ തന്നെ വേണം. ജ്യോതിയുടെ കുറ്റവും കുറവും പറയാന് ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്. ചമ്മിപ്പോയി. മതി. ഇനി ഇതിന്റെ പേരിൽ നീയും ബാലുവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. മനസ്സിലായോ? വയ്ക്കോ. കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞതിന് നിങ്ങളോട് വഴക്കിടാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇതിപ്പോ വല്ലാത്തൊരു സങ്കടമായി പോയില്ലോ സുധാകരൻ നായരെ. എന്റെ ധർമ്മസങ്കടം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം ഇവൻ അവൾക്ക് കൊടുത്തിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്.
പെണ്ണുങ്ങളെടുത്ത് തലയെ കയറ്റി വെച്ചാ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. പാവം ബാലുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഭാര്യ അഹങ്കാരിയായി പോയതിന് ബാലു എന്തു പിഴച്ചു? അവളെ ഈ സ്ഥിതിയിലാക്കിയതിന് പിന്നില് ജ്യോതി ഒറ്റ ഒരുത്തിയാ. നാളെ ബാലുവിനെ ഡിവോഴ്സ് ചെയ്യാൻ ജ്യോതി പറഞ്ഞ ചിത്ര അതും ചെയ്യും. അല്ലെങ്കിലും അനുസരണയില്ലാത്ത ഭാര്യമാരുടെ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് വലിയ കഷ്ടം തന്നെയാ. മതി, നിർത്ത്. അവളെ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കുന്നൊക്കെ കൊള്ളാം. അവസാനം നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ഞങ്ങളാണെന്ന് പറയരുത്. ബാലു, ആണിന്റെ അടിമയാക്കണ്ട. പക്ഷേ അനുസരണയുള്ളവളാവണം ഭാര്യ. ചിത്രയെ അനുസരിപ്പിക്കാൻ ഇപ്പൊ നിനക്ക് കഴിയാതെ വന്നാൽ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അവള് നിന്നെ അനുസരിക്കില്ല. ഇന്ന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും. പ്രിയമോളെ, നീ എന്താ അബദ്ധമായി കാണിച്ചത്? ഈ കല്യാണം വേണ്ടെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇന്നത്തെ കാലത്തൊരു കല്യാണം നടക്കണമെങ്കിൽ അതിന് എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ മോക്ക്? ആരുടെ കാര്യത്തിലും ഇങ്ങനൊരു മുൻകൈ എടുക്കുന്ന ആളല്ല ഡി.കെ. പക്ഷെ നിന്റെ കാര്യത്തിൽ ഡി.കെ ഇങ്ങനൊരു മുൻകൈ എടുത്തത് ദേ നിന്നെ ഡി.കെ സ്വന്തം അനിയത്തിയായിട്ട് കാണുന്നോണ്ടാ. കല്യാണവും തീരുമാനിച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് ഈ അവസാന നിമിഷത്തില് നീ ഇങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞാ ആ പയ്യന്റെ വീട്ടുകാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോട്ടെ, ആ പയ്യന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവർക്കൊക്കെ എത്ര വിഷമായിട്ടുണ്ടാവും. അപ്പോ ചേച്ചിക്ക് വിഷമല്ലേ? എനിക്കോ? എനിക്കെന്താ വിഷമം? എന്റെ മുൻപിൽ അഭിനയിക്കില്ലേ ചേച്ചി? എന്റെ കല്യാണം കഴിഞ്ഞ ചേച്ചിയുടെ കഴുത്തിലെ താലി കാണുമെന്ന് ചേച്ചിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ചേച്ചിയുടെ ജീവിതം ഇല്ലാതെയാക്കിയിട്ട് ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അതിനെന്നെ കിട്ടില്ല. സ്വന്തം ഭാര്യയെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അനിയത്തിക്ക് ഇങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുക്കാൻ ഡി.കെക്ക് ഇങ്ങനെ തോന്നി. ഇതാണോ ചേച്ചി നേരത്തെ പറഞ്ഞ പവിത്രമായ കല്യാണ ബന്ധം? അങ്ങനെ ചേച്ചി സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. നീ എന്റെ കാര്യം നോക്കുന്ന എന്തിനാ? നമ്മുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ. ആ അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ശരിയാണോ? ആ അച്ഛന്റെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയോ ചേച്ചിക്ക്? ചേച്ചിയുടെ ജീവിതം. ചേച്ചിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു അനിയത്തി. ഇവക്ക് ഇത്ര ബോധമില്ലാതായി പോയല്ലോ. നിനക്ക് തെറ്റുപറ്റിപ്പോയാ ചിലത്. അവളുടെ മനസ്സിൽ എല്ലാവരോടും സ്നേഹമുള്ളതുകൊണ്ടാ അവൾ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. സ്നേഹത്തിനെ പിടിച്ചു വാങ്ങലെന്ന് മാത്രമല്ല,
വിട്ടുകൊടുക്കലും കൂടി എന്നൊരു അർത്ഥമുണ്ട്. അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ പറയൂ. എന്റെ മോളുടെ കല്യാണം നടന്നില്ലെങ്കിലും നിങ്ങളുടെ മോള് സുരക്ഷിതമായിട്ട് ഇരിക്കണമെന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. ആ ശാലത അനാവശ്യം പറയരുത്. എന്റെ 2 മക്കളും എനിക്ക് ഒരുപോലെ തന്നെ. എനിക്കൊന്നും അറിയണ്ട. എന്റെ മോളുടെ വിവാഹം നടന്നേ പറ്റൂ. മമ്മി വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കും. അച്ഛാ, എന്ത് വന്നാലും നമുക്ക് ഈ കല്യാണം നടത്തണം. അന്ന് അവളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ താലി എടുത്ത കഴുത്തിലണിഞ്ഞത്. ഇന്ന് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപേക്ഷിക്കാനും എനിക്കൊരു മടിയുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അമരാവതിയിൽ നിന്ന് പോരേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാ. അവിടെ നിന്ന് തിരിച്ചു പോരും മുമ്പ് എനിക്ക് എന്റെ അനിയത്തിയുടെ ജീവിതം ഒന്ന് സുരക്ഷിതമാക്കണം. അച്ഛാ, അച്ഛൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞ അവള് സമ്മതിക്കും. ഇല്ല, അങ്ങനെ അച്ഛനെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അതെ, 3 പേരും കൂടി ചേർന്ന് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ഒന്നും നടത്താൻ ശ്രമിക്കണ്ട. ഞാനതിനൊന്നും നിന്നു തരില്ല. പ്രിയമോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാം ഒത്തുചേർന്ന് വരുന്നൊരു കല്യാണം ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരിക്കലേ നടക്കൂ. അത് രണ്ടാമതൊന്നും സംഭവിക്കുന്നതല്ല. എല്ലാം കൊണ്ടും മോൾക്ക് ചേരുന്നൊരു ബന്ധമായത്. ഇത് നടന്നില്ല എങ്കിൽ നമുക്ക് മോളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമായിരിക്കും ഇത്. ആണോ? അപ്പോ മൂത്ത മകളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് അച്ഛന് വലിയ കാര്യമല്ല അല്ലേ? എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? നീ എന്റെ പക്ഷത്തോ അതോ അവളുടെ കൂടെയോ? മനസ്സിലായില്ല. അധിക അഭിനയമൊന്നും വേണ്ട. എന്നെ അനുസരിച്ച് ഈ വീട്ടിൽ ജീവിക്കാനാണെങ്കിൽ മാത്രം നീ ഈ വീട്ടിൽ നിന്നാ മതി. അതല്ല ജ്യോതിയുടെ പക്ഷവും പിടിച്ച് ഈ വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോന്ന് ഇവിടുന്ന്. ബാലു, ഇനി എനിക്ക് നിങ്ങളോട് വഴക്കിടാൻ താല്പര്യമില്ല. ദയവ് ചെയ്ത് നമ്മൾ തമ്മിൽ ഈ അനാവശ്യ സംസാരം വേണ്ട. അപ്പൊ അവളെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു അല്ലേ? നീ അവളും കൂടി ഗൂഢാലോചന നടത്തിയിട്ടല്ലടി റെസ്റ്റോറന്റിന്റെ ചുമതല അമ്മ അവൾക്ക് കൊടുത്ത്. ബാലു, അനാവശ്യം പറയരുത്. അതൊക്കെ അമ്മയുടെ തീരുമാനം. സ്വന്തം കഴിവുകേടിനെ മറയ്ക്കാൻ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ബാലു. അപ്പൊ ഞാൻ കഴിവ് കെട്ടവനാണ് അല്ലടി? എങ്ങനെയുണ്ട് ഹിറ്റ്ലറെ? പനിയൊക്കെ മാറിയോ? അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യും? അയ്യോ, ശ്വാസം മുട്ടലുണ്ടോ? അതെ, എഴുന്നേറ്റ് നമുക്ക് ആശുപത്രി പോവാം. എനിക്ക് വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹിറ്റ്ലർ, ഇത് കളിയല്ല, പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ പോയേ പറ്റത്തുള്ളൂ. എഴുന്നേക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ടാബ്ലറ്റ് കൂടെ കഴിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. അല്ലെങ്കിൽ വേണ്ട, ഹോസ്പിറ്റലിൽ പോവാം. എണീക്ക്, എണീക്ക്. അത് നമുക്കെങ്ങനെ പറയാൻ പറ്റും മാഡം? ആ, പിന്നെ IG ജയരാജൻ സാറിനോടെ എന്റെ പ്രമോഷന്റെ കാര്യം ഒന്ന് പറയണം. ആനക്കാര്യത്തിനിടയിലാണോ ചേനക്കാര്യം? താൻ ഇതിനൊരു വഴി ഉണ്ടാക്കാൻ നോക്ക്. പ്രമോഷന്റെ കാര്യമൊക്കെ നമുക്ക് നോക്കാം. മാഡം പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യാനുണ്ടടി? ഒരു ശ്രമം പരാജയപ്പെടുന്നു കരുതി ഇപ്പോഴങ്ങനെ ആവണമെന്നില്ല. DKയുടെ വീട്ടിൽ അടുത്ത ബോംബ് ഉടനെ വീഴണം.
അത് ഞാൻ ഏറ്റു മാഡം. ആ പിന്നെ അമല മോളോട് എന്റെ അന്വേഷണം പറയണം. ശരി ശരി ശരി. ശരിയാക്കാം. ആദ്യം ആ സിനിമാ നടിയൊന്ന് കാണട്ടെ. നോക്കാം ഏതുവരെ പോകുന്നു. അയാളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിറങ്ങും. അമരാവതി വീട് അത് താങ്ങില്ല. ഇത് വൈറൽ ഫീവറാ, പേടിക്കാനൊന്നുമില്ല. ഇൻഫെക്ഷൻ ഒന്നുമല്ല. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഓരോന്ന്. ഇത് രാവിലെ ആഹാരത്തിന് മുൻപ്, ഇത് കിടക്കാൻ നേരത്ത് രാത്രി. ഓക്കെ? ഈ രാത്രിയിൽ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എന്ത് ബുദ്ധിമുട്ട്? ഇതെന്റെ ഡ്യൂട്ടിയല്ലേ. ആ പിന്നെ കുട്ടി ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ഒരുമിച്ച് കെട്ടിൽ കിടക്കണ്ട. പനി പകരാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ഒരു സെഡേഷൻ ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഓക്കെ ഡോക്ടർ. ശരി എന്നാ. അച്ഛനെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? കാണും, എനിക്കറിയാം. അച്ഛനും ചേച്ചിയും അമ്മയെല്ലാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അനുസരിക്കാത്തവളെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അച്ഛാ, ഇതാ എന്റെ ശരി. ഏതൊരച്ഛനും കാണുന്ന സ്വപ്നങ്ങളെ എന്റെ അച്ഛനും കണ്ടിട്ടുള്ളൂ. അതുപോലും സാധിച്ചു തരാൻ എന്നെ കൊണ്ടിപ്പോ കഴിയുന്നില്ലല്ലോ അച്ഛാ. മോളെ, അച്ഛൻ നിന്നെ കുറ്റം പറയുന്നില്ല. അഭിമാനമേ ഉള്ളൂ നിന്നെ ഓർത്ത്. എല്ലാ ജീവജാലങ്ങളുടെയും ജന്മസിദ്ധമായ വികാരം ഈ ലോകത്തൊന്നേ ഉള്ളൂ, സ്നേഹം. അത് വിട്ടുകൊടുക്കലും ത്യാഗം ചെയ്യലും ഒക്കെ തന്നെയാണ്. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിലാകുമ്പോ അതൊരച്ഛന്റെ നിസ്സഹായതയാണ്. അതനുഭവിച്ചാലേ അതിന്റെ ചൂട്. എന്റെ സുധാകരൻ നായരെ, അവര് തമ്മിലേ ലവ് തുടങ്ങിയെന്നാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലവ്? അതെന്താ, അവർ തമ്മിൽ ലവ് ചെയ്യാൻ പാടില്ലേ? ഞാനിപ്പോഴേ അവരുടെ റൂമിൽ നിന്നാ വരുന്നത്. അവൾ അവനെ ലവ് ആയി നോക്കുന്നു. അവനുണ്ടല്ലോ ആട്ടിൻകുട്ടിയെ പോലെ അവളെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോ പനി മാറുമ്പോ ഇപ്പൊ കാണുന്ന ഈ അടുപ്പൊക്കെ പോവില്ലേ ആദ്യമേ? നോ, അവള് പിടിക്കുക. കിട്ടണ സമയം കൊണ്ട് അവനെ വളച്ച് ലവ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഞാൻ പറഞ്ഞതുപോലെ മിക്കവാറും നടക്കും. എന്താണെങ്കിലും എല്ലാം നന്നായിട്ട് പോയാൽ മതി പത്മാവതിയമ്മേ.
പ്രിയമോള് ഇതുവരെ കല്യാണത്തിന് സമ്മതിച്ചിട്ടുമില്ല. ആ, അവളോട് ഹാപ്പി ആയിട്ട് സമ്മതിക്കാൻ പറയൂ. അവൻ ഇനി അവളെ പിരിയാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. വയ്യാതെ കിടക്കുമ്പോ നോക്കുന്ന ഭാര്യയെ ആരെങ്കിലും കളയോ സുധാകരൻ നായരെ? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പത്മാവതി അമ്മേ. സുധാകരൻ നായർക്ക് ഞാൻ പറയുന്ന വിശ്വാസമാണ്. അത് 100% വിശ്വാസമാണ്. എന്നാ പിന്നെ ഇതും അങ്ങ് വിശ്വസിച്ചോ. മൈ ലിറ്റിൽ കണ്ണൻ അങ്ങനെയൊന്നും അവരെ തമ്മിൽ പിരിക്കില്ലെന്നേ. സുധാകരൻ നായരെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്റെ മരുമകൾ എന്റെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഈ ഫ്ലൂ കാരണം ഇവര് തമ്മിലേ ജോയിന്റ് ആകും. ഡോണ്ട് വറി. ആ പിന്നെ തണ്ണിലേക്ക് കാണാനേ ഫാദറിലോ അമരാവതിയിലേക്ക് വരൂ. വരാം പത്മാവതി അമ്മേ, ഉടനെ തന്നെ വരാം. ഓ ഓക്കെ, ഗുഡ് നൈറ്റ് പത്മാവതി അമ്മേ. ഓക്കെ, ഗുഡ് നൈറ്റ്. പാവം ഫാദർ, ലവിനെ കുറിച്ച് ഒന്നും അറിയില്ല. സുധേട്ടാ, പത്മാവതിയമ്മ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ലവാണെന്നോ അടുപ്പത്തിലാണെന്നോ ഒക്കെയാ പറയുന്നത്. പത്മാവതിയമ്മ പറഞ്ഞ് വിശ്വസിക്കാമോ സുധേട്ടാ? അവര് പറയുന്നത് വിശ്വസിക്കാം. പ്രിയമോള് വിശ്വസിക്കുന്നില്ലല്ലോ. ഇതൊക്കെ അഭിനയമാണെന്നല്ലേ അവള് പറയുന്നത്. ആ, ഇനിയിപ്പോ വിധി പോലെ വരട്ടെ. എന്തായാലും ഇത് വല്ലാത്ത നാണക്കേടായിപ്പോയി. ബാലുവിന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ലെന്ന കാര്യം പോട്ടെ, ഈ ധിക്കാരത്തിനെല്ലാം അമ്മയും കൂടെ കൂട്ടു നിൽക്കുന്നത് ഓർക്കുമ്പോഴാ സങ്കടം. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. അതിൽ അമ്മായിയമ്മ കയറി അഭിപ്രായം പറയുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത് കുറച്ച് കൂടിപ്പോയി ബാലു. അവളുടെ ആജ്ഞയ്ക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന അതിനേക്കാൾ വലിയൊരു അപമാനം വേറെ ഉണ്ടോടാ? കഴിക്കു ബാലു. ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് എന്താ കാര്യം? അമ്മായി അമ്മയുടെ ഭരണം ഇനിയും കൂടുകയുള്ളൂ. ഇതിന് ഡികെയുടെ മൗനാനുവാദം ഉണ്ടെന്ന എന്റെ വിശ്വാസം. അതിപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? റെസ്റ്റോറന്റ് അവളെ ഏൽപ്പിച്ചപ്പോഴേ അപായമണി മുഴങ്ങിയതല്ലേ? ഇനിയെങ്കിലും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. ബാലു, നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായേ പറ്റൂ. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എടാ, നീ ഭക്ഷണം കഴിക്കേ. സ്വന്തം ഭാര്യ ശത്രുക്കളുടെ കൂടെ ചേർന്ന് ഭർത്താവിനെതിരെ യുദ്ധം ചെയ്യുന്ന ഏർപ്പാട് ഇവിടെ. ആദ്യം അവളുടെ അച്ഛന്റെ സുഹൃത്തായ ഒരു വാസുദേവന്റെ ഹോട്ടലില് അവന് ജോലി വാങ്ങിക്കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ അവൾ അവനെ ഹെൽപ്പ് ചെയ്തു. അവന്റെ എല്ലാ കാര്യത്തിലും അവൾ അവന്റെ നിഴല് പോലെ ഒപ്പം നിന്നു. അവന്റെ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പമുള്ള സ്ഥാനമായിരുന്നു സുപ്രിയയ്ക്ക്. ഒരിക്കൽ നിനക്കെന്നെ കല്യാണം കഴിച്ചുകൂടെ എന്ന് അവൾ അവനോട് ചോദിച്ചു. അന്ന് അവളോട് അവൻ ചോദിച്ചതേ ദൈവങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്ന. അതായിരുന്നു അവന്റെ മനസ്സിൽ സുപ്രിയയ്ക്കുള്ള സ്ഥാനം. പിന്നെ എപ്പോഴാ അവര് കല്യാണം കഴിച്ചത്? ഈ വീട് പണിഞ്ഞ്
ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിച്ച ദിവസം രാത്രി അവൻ എന്നോട് പറഞ്ഞു സുപ്രിയ അവനോട് ചോദിച്ച കാര്യം. എനിക്കതിൽ കുറച്ച് സന്തോഷം വേറെ ഇല്ലായിരുന്നു. അവളോട് വീട്ടുകാരോട് സംസാരിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. സുപ്രിയയുടെ ചേട്ടൻ ജയരാമനല്ലേ, അവർ ഒരുമിച്ചേ കോളേജിൽ പഠിച്ചതാ. അതെ, അവനെ എന്റെ മോനെ വലിയ ഇഷ്ടമായിരുന്നു, അടുത്ത കൂട്ടുകാരുമായിരുന്നു. അവൻ മുൻകൈ എടുത്ത സുപ്രിയെ ഡേക്കിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അപ്പോ അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നീട് അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു? മോളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാര്യ മാത്രമായിരുന്നില്ല സുപ്രിയ അവന്. ജീവിതം നൽകിയ ദേവിയായിരുന്നു അവൾ അവന്. അവന്റെ ചേച്ചിയുടെ മക്കളെ വളർത്തുന്നതിനെല്ലാം അവൾ അവന്റെ കൂടെ നിന്നു. അവന്റെ സന്തോഷം മാത്രമായിരുന്നു അവക്ക് വലുത്. ഇത്രയൊക്കെ അവന് വേണ്ടി ചെയ്ത സുപ്രിയെ അവൻ എങ്ങനെ മറക്കും? സുപ്രിയ പിന്നെ എങ്ങനെയാ അമ്മ മരിച്ചത്? എന്തമ്മ? അതൊക്കെ വലിയ കഥയാ മോളെ. അമ്മ പിന്നെ പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ്. നിന്റെ ഫ്ലൂ ഒക്കെ പോയടാ മോനെ? മാറി. ഇന്നലെ നീ പനിച്ചു വിറക്കുകയാണെന്നേ ജ്യോതി പറഞ്ഞു. ഡോക്ടർ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോ ഞാനൊന്ന് ഉറങ്ങി. രാവിലെ എണീറ്റപ്പോ എല്ലാ പനിയും പോയി. ഡോക്ടർ തന്ന മരുന്നും കൊണ്ടല്ല, നിന്റെ വൈഫ് തന്ന മരുന്നും കൊണ്ടാ നിന്റെ പനി പോയത്. വൈഫ് മരുന്ന് തന്നോ? എന്ത് മരുന്ന്? എനിക്കത് പറയാൻ വയ്യ. ഇതൊക്കെ ഒരു മദറിന് സണ്ണിനോട് പറയാൻ പറ്റുന്ന കാര്യമല്ല മോനെ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ജ്യോതി പരിചരിച്ചുകൊണ്ടാ നിന്റെ പനി മാറിയത്. അല്ലെങ്കിലും മരുമകളെ പുകഴ്ത്തി പറയാൻ കിട്ടുന്ന ഒരവസരം അമ്മ പാഴാക്കാറില്ല. നോ മൈസൻ, ഞാൻ പുകഴ്ത്തി പറഞ്ഞൊന്നും അല്ല, ഇത് സത്യം തന്നെയാ. എന്ത് സത്യം? ചുമ്മാ അവളെന്തോ കള്ളത്തിന് അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. നോ കള്ളത്തരം, ട്രൂത്ത്. അവൾ എന്ത് ചെയ്തെന്ന് അമ്മയെ പറയുന്നത്? എടാ, ഡോക്ടർ പോയി കഴിഞ്ഞ് പനി പിടിച്ച് പിച്ചും പേയും പറയായിരുന്നു നീയ. അതറിയോ നിനക്ക്? എടാ മോനെ, ഒരു ബോധവുമില്ലാതെ പിച്ചും പേയും പറയുന്ന നിന്നെ കെട്ടിപ്പിടിച്ച ഇന്നലെ രാത്രിയിലെ ജ്യോതി കിടന്നുറങ്ങിയത്. ഒരമ്മ ഒരു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് പോലെ അവൾ ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത്. അതുകൊണ്ടാ നിന്റെ പനി മാറിയത്. യു അണ്ടർസ്റ്റാൻഡ്? വൃത്തികേട്ടവൾ. ആ ബേക്കറിക്കാരിങ്ങ് വരട്ടെ. ഹസ്ബൻഡിന്റെ ദേഹത്ത് തൊടാൻ വൈഫിനല്ലാതെ വേറെ ആർക്കാണ് അവകാശം? അല്ലെങ്കിലേ നീ നിന്റെ വൈഫിനോട് എന്നെ ചോദിക്കും. പലടി മോളെ, നീ ഇന്നലെ രാത്രിയിലെ ഇവനെ കെട്ടിപ്പിടിച്ചില്ലേ കിടന്നുറങ്ങിയത്? റെസ്റ്റോറന്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ വേണം പെരുമാറാൻ. ഇല്ലെങ്കിൽ നമ്മൾ മിക്കവാറും പുറത്താവും. ഇതൊക്കെ കണ്ട് നമ്മൾ ഭയപ്പെടുന്ന എന്തിനാ ഗോകുലെ? DKയുടെ റെസ്റ്റോറന്റിൽ ഇതുവരെ നമുക്കുണ്ടായിരുന്ന അവകാശവും അധികാരവും അവള് വന്നതുകൊണ്ട് എങ്ങനെ ഇല്ലാതാവുന്നത്? അവള് വന്നതുകൊണ്ടില്ലാതാവില്ല. പക്ഷേ അവള് വിചാരിച്ചാൽ ഇല്ലാതാവും. അത് മായച്ചി പറഞ്ഞത് ശരിയാ. ജ്യോതി ഈ വീട്ടിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ DKയും അവളും തമ്മിലുള്ള ബന്ധത്തില് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ DK പോലും നിയന്ത്രിക്കാൻ തക്കവണ്ണം അവള് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയക്കുക തന്നെ വേണം.
ഇത്രയും നാൾ അവൾ കളിച്ചത് DK എന്ന വൻമരത്തിന്റെ ചുറ്റിനുമുള്ള ഒരു വൃത്തത്തിന് പുറത്തു നിന്നായിരുന്നു. എന്നാൽ ഇന്ന് DK തന്നെ നിയന്ത്രിക്കാൻ പാകത്തില് അവള് മാറിയെങ്കിൽ നിങ്ങളെയൊക്കെ ഈസിയായി ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്താക്കാനും അവൾക്ക് കഴിയും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന്. പണ്ടത്തെ പോലെ DKക്ക് ഇപ്പൊ ജ്യോതിയോട് വിരോധമൊന്നുമില്ല. തന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളെന്നുള്ള പരാതിയും ഇല്ല. ജ്യോതി പറയുന്ന പല കാര്യങ്ങളും DK അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാലം കഴിയുന്തോറും ഏതൊരു വാളിന്റെയും മൂർച്ച കുറയും. ദാമ്പത്യ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാ തിയറി. എത്ര ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചാലും കുറച്ചു കഴിയുമ്പോ പരസ്പരമെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒന്നായി മുന്നോട്ട് പോകും. DKയുടെ ലൈഫില് അങ്ങനൊരു കാര്യം ഉണ്ടാവില്ല. സുപ്രിയ ആന്റിയുടെ ഓർമ്മകളെപ്പോലും ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ആളാ DK. എത്ര ശ്രമിച്ചാലും DK കീഴടക്കാനോ മാറ്റിമറിക്കാനോ ജ്യോതിക്ക് കഴിയില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ട് തൽക്കാലം റെസ്റ്റോറന്റിന്റെ ചുമതല കൊടുത്തു എന്നല്ലാതെ അത് സ്ഥിരമായൊരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോകുൽ, ഞാനൊരു കാര്യം പറഞ്ഞ അത് എന്റെ ഭാര്യ അനുസരിച്ചിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ നീ ചെയ്യുന്ന എന്താടി? ജ്യോതിയുടെ കൂടെ ചേർന്ന് എന്നെയും ഞങ്ങളെ എല്ലാവരെയും എതിർക്കുന്നു. നിനക്കതിന്റെ ആവശ്യം എന്താ? ജ്യോതി എന്ത് തെറ്റായി കുടുംബത്തോട് ചെയ്യുന്നത്? ജ്യോതിയെ മനസ്സിലാക്കാതെ ഞാൻ അവളോട് ശത്രുവിനെ പോലെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ അവളെ കൂടുതലും ന്യായീകരിക്കാൻ നിൽക്കണ്ട. നീയും അവളും കൂടി ചേർന്ന റെസ്റ്റോറന്റിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയത്. അതിന് നിങ്ങളെ ആരും ഒഴിവാക്കി? നിങ്ങൾ ഇപ്പോഴും റെസ്റ്റോറന്റിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളോട് റെസ്റ്റോറന്റിൽ പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊള്ള റെസ്റ്റോറന്റിൽ DKയുടെ കസാരയുടെ തൊട്ടരികിൽ അവൾ ഒരു കസാര ഇട്ടിരുന്ന അതിന്റെ അർത്ഥം എന്താ? റെസ്റ്റോറന്റ് നിയന്ത്രിക്കാൻ അവൾക്ക് അവകാശം ഉണ്ടെന്നല്ലേ, അധികാരം ഉണ്ടെന്നല്ലേ? അങ്ങനെ അവളുടെ അധികാരത്തിന്റെ കീഴില് അവിടെ ജോലി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ബാലു, DKയുടെ ഭാര്യയാണ് ജ്യോതി. ഈ വീട്ടിൽ DKയ്ക്കുള്ള എല്ലാ അധികാരവും അവകാശവും ജ്യോതിക്കും ഉണ്ട്. ബാലു ഒരു കാര്യം മനസ്സിലാക്കണം. സുപ്രിയന്റെ പോയതിനു ശേഷം DK അനുഭവിച്ച തകർച്ചയുടെ ആഴം എന്താന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജ്യോതിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. DK പോലും ഇതുവരെ ജ്യോതി അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ അവൾ അംഗീകരിക്കുന്നത്? അംഗീകരിക്കണം ബാലു. ജ്യോതിയോടുള്ള അന്ധമായ വിരോധം കൊണ്ട് നേരത്തെ എനിക്കിതൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്കറിയാം. ജ്യോതി വന്ന ശേഷം DK ഒരുപാട് മാറി. DK പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. സുപ്രിയ എന്റെ മറക്കും. ജ്യോതിയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യും. എന്തൊരു നടക്കാത്ത സ്വപ്നം. ബാലു, ഇത് നടക്കാത്ത സ്വപ്നമല്ല, നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. അത് ബാലു മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ജ്യോതിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിക്കണോ? ഓച്ചാനിച്ച് നിക്കണ്ട, ആരെ അനുസരിക്കുകയും വേണ്ട. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതേ ഞാൻ പറയുന്നുള്ളൂ. ആ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും തരാൻ കഴിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ അധിക്ഷേപിക്കുന്ന നിന്നോട് എനിക്കിപ്പോ ഒരു മമതയും ഇല്ല. നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം.